ഹായ് ഗൈസ്, എന്നാൽ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകാനായിട്ട് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് പോവുകയാണ്. എന്തിനാണ് പുറത്ത് പോകുന്നത്? ഫുഡ് അടിക്കാൻ. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തുനിന്ന് ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, സെറ്റ്. കുറച്ച് കട്ടിയുള്ള ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്, വേറെ ഒന്നുമല്ല, ഭയങ്കര തണവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഓക്കെ, എനിക്കറിയാം ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല എന്ന്. നല്ല ലോങ് ജാക്കറ്റാണ്, ബ്ലാക്ക്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ലിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഒക്കെ പോവാണ്. വേറെ ഒന്നല്ല, കുറേ നാൾക്ക് ശേഷം പുറത്ത് പോയി ഫുഡ് അടിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഞാനും ഫ്രണ്ട്സും, ഞങ്ങൾ മൊത്തം 4 പേര്. അങ്ങനെ ഞങ്ങളങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം ബസ്സിന് വന്നൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അങ്ങ് പോയി ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. ഇപ്പം ആളും തിരക്കുകളൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇതൊന്നും അഴിച്ചിട്ടില്ല. പിന്നെ നല്ല കാറ്റും നല്ല തണവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾ മൊത്തത്തിൽ ചുമന്നിട്ടാണ് നടക്കുന്നത്. കാരണം അത്രയ്ക്ക് തണവാണ്. അത്രയ്ക്ക് തണവെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണവാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. അതാണ് ട്രീ, നല്ല വലുപ്പത്തിലുള്ള ഒരു ട്രീ. ഇതെല്ലാം എന്താ പറയുക, ഇപ്പോഴാണ് ഇത്രയും ആൾ ഒഴിവായിട്ട്. അത് ഇടദിവസമായ കാരണമാണ് കേട്ടോ. ഞങ്ങളൊരു ചൊവ്വാഴ്ചയാണ് പോയത്. അപ്പോൾ ആ ഒരു ഇടദിവസം ആയതുകൊണ്ട് ഇതെല്ലാം ആരും ഇല്ലാതെ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ എന്താ പറയുക, തിരക്ക് കൂട്ടി വന്ന് കണ്ടതാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങളെത്തി. ഞങ്ങൾ ഇന്ത്യൻ ഡിഷസ് തന്നെ അങ്ങനെ നോക്കി. എല്ലാം ഉണ്ട്, സാൻഡ്വിച്ചുകളെല്ലാം ഡിഷസും ഉണ്ട്. സാൻഡ്വിച്ചുകൾ, അതുപോലെ ബർഗർ, അങ്ങനെ ബോക്സുകൾ, കബാബ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഡിഷസ് പറഞ്ഞു. അതിൽ 2 ബിരിയാണി പറഞ്ഞു, പിന്നെ ഒരു റോള് പറഞ്ഞു, കബാബിൻ്റെ റോള് പറഞ്ഞു, പിന്നെ പൊറോട്ട പറഞ്ഞു. നമ്മുടെ സ്വന്തം പൊറോട്ട പറഞ്ഞു, വികാരമായ പൊറോട്ട അങ്ങനെ വേണം പറയാനല്ലേ. നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം വികാരം പൊറോട്ട, അതും പറഞ്ഞു. ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. പിന്നെ പൊറോട്ടയ്ക്ക് കറി നോർമൽ ബീഫ് കറിയാണ് പറഞ്ഞത്. സലാഡ്, അങ്ങനെ ഐറ്റംസൊക്കെ വന്നു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഷെയർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ഇട്ട് എന്താ പറയുക, ഫുഡ് അടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൽ മറന്നൊരു കാര്യമുണ്ട്. സംഭവം തൊട്ടാന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുലാബ് ജാം മേടിച്ചിരുന്നു ഒരാഗ്രഹത്തിന്. സത്യം പറഞ്ഞത് വീഡിയോ എടുക്കാൻ മറന്നു. അവസാനം ഇതേ പോസ്റ്റർ കാണിച്ച് ഞാൻ അവസാനിപ്പിച്ചു. നീളത്തിലുള്ള ഗുലാബ് ജാമായിരുന്നു മേടിച്ചു, ഉണ്ടകളല്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന്, കാരണം തിരിച്ച് നടന്നു വരാനുള്ള ത്രാണിയില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് വന്നത്. ഇതാണ് നമ്മൾ വന്ന ബസ്. അങ്ങനെ നമ്മൾ വന്നു, ഇറങ്ങി. കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നു, ബസ് വരുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി കഥയൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരുന്ന്. അയ്യോ, റൂം കണ്ടിട്ട് വിചലിപ്പിച്ച റൂമാണ് അത്. കാണണ്ട, ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വീഡിയോ കാണുന്ന ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. ഓക്കെ, ആ ഭാഗത്തേക്ക് അധികം അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അങ്ങനെ എല്ലാവരും കിടക്കാൻ പോയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിങ് ടിങ്.